അസ്സലാമലൈക്കും. ഇന്നത്തെ റെസിപ്പി ഒരു ചിക്കൻ ഗ്രേവിയാണ്. സാധാരണ നമ്മൾ തയ്യാറാക്കുന്ന ചിക്കൻ കറികളിൽ നിന്നും വ്യത്യസ്തമായൊരു കറിയാണിത്. ഹൈദരാബാദി വെഡ്ഡിംഗ് സ്റ്റൈൽ റെഡ് ചിക്കൻ കറി. അവരുടെ വിശേഷ ദിവസങ്ങളിലും കല്യാണ പാർട്ടികളിലും തയ്യാറാക്കുന്ന ഒരു കറിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നമുക്ക് കണ്ടു നോക്കാം. മീഡിയം സൈസിലുള്ള 2 സവാള വറുത്തെടുക്കണം. നല്ല ഗോൾഡൻ കളറായാൽ ഇതിനെ കോരി മാറ്റുക. ഇനി 10 ബദാമും 15 കാഷ്യും ഞാനിവിടെ സോക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. ഈ ബദാമിൻ്റെ തൊലി ഒന്ന് മാറ്റുക. ഇതൊന്ന് അരച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കുക. ആദ്യം വെള്ളമില്ലാതെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. പിന്നീട് കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്താണ് അരച്ചെടുക്കേണ്ടത്. ഫൈൻ പേസ്റ്റായി മാറിയാൽ ഇതിലേക്കായിട്ട് 2 ടേബിൾ സ്പൂൺ തേങ്ങ കൂടി ചേർക്കണം. വറുത്ത തേങ്ങ അല്ല, പച്ച തേങ്ങയാണ്. പച്ച തേങ്ങ ചേർത്തിട്ട് ഇത് കൂടിയും കൂട്ടിയിട്ട് ഒന്നും കൂടെ ഒന്ന് അരച്ചെടുക്കുക. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഒട്ടും തരി പാടില്ല കേട്ടോ. അങ്ങനെ അരച്ചെടുത്ത ഈ മിശ്രിതം ഒരു ബൗളിലേക്കായിട്ട് ഒഴിച്ചു കൊടുക്കുക. ഒപ്പം തന്നെ ഈ മിക്സിയുടെ ജാറിൽ അല്പം കൂടി വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ചുറ്റിച്ചിട്ട് ആ വെള്ളം കൂടെ ഇതിലേക്കായിട്ട് ഒഴിച്ചു കൊടുക്കുക. ഈ ചിക്കൻ മാരിനേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇനി വലിയൊരു തക്കാളി നല്ലപോലെ അരച്ചെടുത്ത് പേസ്റ്റ് ആക്കിയത് അതും ഇതിലേക്കായിട്ട് ഒഴിച്ചു കൊടുക്കുക. 2 ടേബിൾ സ്പൂൺ തൈര്, 2 ടീസ്പൂൺ റെഡ് ചില്ലി സോസ്, 2 ടീസ്പൂൺ ഗ്രീൻ ചില്ലി സോസ്, 3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ്, 2 ടീസ്പൂൺ സോയ സോസ്. ഇതെല്ലാം കൂടെ നല്ലപോലെ മിക്സ് ആക്കി എടുക്കുക. ശേഷം ഇതിലേക്കായിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ ചെറിയ ജീരകപ്പൊടി, 1 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല പൊടിയും ചേർത്ത് ഇതൊന്നും കൂടെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക. നന്നായി മിക്സ് ആക്കിയതിന് ശേഷം ഇതിലേക്കായിട്ട് നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച സവാള ഉണ്ടല്ലോ, ആ സവാള ചേർത്ത് കൊടുക്കുക. 1 പിടി മല്ലിയില, 1 പിടി പുതിനയില, അരമുറി നാരങ്ങയുടെ നീര്, 1 ടീസ്പൂൺ നെയ്യും ചേർത്ത് ഇതൊന്നും കൂടെ മിക്സ് ആക്കി എടുക്കുക. ശേഷം ഇതിലേക്കായിട്ട് 1/2 കിലോ ചിക്കനാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ ചിക്കന് ചേർത്ത് ഇത് നല്ലപോലെ മിക്സ് ആക്കിയതിന് ശേഷം 2 മണിക്കൂർ സമയം റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം. ഇതിൽ ഏറ്റവും നല്ലത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെ ചിക്കൻ വെക്കാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ തലേന്ന് ചെയ്ത് വെക്കുന്നതാണ്. എന്നാൽ ചിക്കനിലേക്ക് നല്ല പോലെ മസാല പിടിക്കും. ചുരുങ്ങിയത് 2 മണിക്കൂർ എന്തായാലും വെക്കണം. അതിന് ശേഷമാണ് കറി ഉണ്ടാക്കാൻ നോക്കേണ്ടത്. ഞാനിവിടെ ചിക്കൻ മസാല തേച്ച് വെച്ചത് 2 മണിക്കൂറാണ്. ഈ 2 മണിക്കൂറിന് ശേഷം ഒരു കടായിലേക്കായിട്ട് അല്പം ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. കറിവേപ്പില ഒന്ന് ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്കായിട്ട് മസാല തേച്ച് വെച്ച ചിക്കൻ ഉണ്ടല്ലോ, ചിക്കൻ ചേർത്ത് കൊടുക്കുക. കൂടെ തന്നെ ഈ മസാല തേച്ച് വെച്ച പാത്രത്തിലേക്ക് അല്പം വെള്ളം ഒഴിച്ച് ഒന്ന് ചുറ്റിച്ചിട്ട് ആ വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ മിക്സ് ആക്കി ഫ്ലെയിം ഓൺ ചെയ്യുക. ഫ്ലെയിം ഓൺ ആക്കി ഒരു 5 മിനിറ്റ് സമയം മീഡിയം ഫ്ലെയിമിലാണ് വേവിച്ചെടുക്കേണ്ടത്. നല്ലപോലെ തിളച്ച് തുടങ്ങിയാൽ മൂടി വെക്കണം. മൂടി വെക്കുന്ന സമയത്ത് ഫ്ലെയിം മീഡിയത്തും ലോക്കും ഇടയിലായിരിക്കണം കേട്ടോ. ഈ ഗ്രേവിക്ക് തീ കൂട്ടി വെക്കാൻ പാടില്ല കേട്ടോ. തീ കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് അടി പിടിക്കും. കാരണം വളരെ തിക്കായൊരു കറിയാണിത്. അങ്ങനെ മീഡിയത്തിനും ലോക്കും ഇടയിലായിട്ട് 30 മിനിറ്റ് സമയം ഇത് വേവിച്ചെടുക്കാനുണ്ട് കേട്ടോ. അപ്പോഴാണ് കറി ചിക്കൻ പൂർണ്ണമായും വേവാവുന്നത്. അതിലെ ഓരോ 5 മിനിറ്റ് കൂടുമ്പോഴും ഇതുപോലെ ഒന്ന് ഇളക്കി മറിച്ചു കൊടുക്കണം. ഒരു കാര്യം പറയാൻ വിട്ടുപോയി, ഈ കറി നല്ല റെഡ് കളറിലാണ് കേട്ടോ ഈ കറി ഉണ്ടാവുക. അപ്പോൾ ഇതിൽ കളർ ചേർക്കണം എന്നുണ്ടെങ്കിൽ, നല്ലപോലെ റെഡ് കളർ വേണം എന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ തക്കാളി സോസും ഒക്കെ ചേർത്ത് കൊടുക്കണ, തൈരൊക്കെ ചേർത്ത് കൊടുക്കണ ആ സമയം ഉണ്ടല്ലോ, ആ സമയത്ത് ഇതിലേക്ക് കളർ ആഡ് ചെയ്യാം. പക്ഷേങ്കിൽ ഞാനിവിടെ കളർ ചേർത്തിട്ടില്ല. എനിക്ക് ഇത്രയും കളർ മതി കേട്ടോ. അതുകൊണ്ടാണ് ചേർക്കാത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആവാം. ഹൈദരാബാദി റെഡ് ചിക്കൻ കറി ഒന്ന് തിക്കായ കറിയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഗ്രേവി ഇത്രയുള്ള ഉണ്ടാവുക. ഇനി നിങ്ങൾക്ക് കൂടുതലായി വേണമെന്നുണ്ടെങ്കിൽ സമയം കുറച്ച് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ കറിക്ക് കുറച്ചും കൂടെ ഒന്ന് നീളം കിട്ടും. ഇനി നമ്മൾ പറഞ്ഞ സമയം കഴിഞ്ഞ് ചിക്കൻ വേവായെങ്കിൽ ഇതിലേക്കായിട്ട് 2 ടീസ്പൂൺ ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കുക. കുറച്ച് മല്ലിയില പുതിനയിലും കൂടി ചേർത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് മൂടി വെക്കുക. എന്നും ഒരുപോലത്തെ ചിക്കൻ കറി ഉണ്ടാക്കുമ്പോൾ ഒരു തവണ ഒന്ന് മാറ്റി പിടിച്ചു നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അത്രയ്ക്ക് ടേസ്റ്റിയാണ്, അടിപൊളിയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നിയാൽ ഇത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക.
ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാ മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ. അസ്സലാമു അലൈക്കും.